ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ഗെയിമിംഗ് ചാനൽ. കുറേ അധികം നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും സമയം കിട്ടിയപ്പോൾ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പി സി അല്ലെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു 1080p ഗെയിം പ്ലേ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. മിനിമം ഒരു 1440p ഒക്കെ നമുക്ക് റെസൊല്യൂഷനിൽ നമുക്ക് നല്ലപോലെ റെക്കോർഡ് ചെയ്ത് ഇടാം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇരുന്നത്. സോ നമ്മൾ മെയിൻ ചാനലത്തേക്ക് വേണ്ടി അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗെയിം കളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫോഴ്സ എടുത്ത് ഓട്ടിക്കാമെന്ന് വിചാരിച്ചു. ഫോഴ്സ ഗെയിം പ്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ സൗണ്ട് ഓക്കെ ആണോ ഉള്ളത് നോക്കുക, ഗെയിം പ്ലേയിൽ സൗണ്ട് ഓക്കെ ആണോ നോക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ കുറവ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടോ, ഏതെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ക്യാമറയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ ഇനി അടുത്തൊരു പി സി ഉടനെ ബിൽഡിംഗ് ഉണ്ട്. നമ്മളൊരു ഡ്രീം പി സി ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. മിനിമം ഒരു 1440p എങ്കിലും നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഫോർസയിലിപ്പം ഏത് കാറാണ് വാങ്ങിച്ചിട്ടയ്ക്കുന്നതെന്ന് പോലും ഓർമ്മയില്ല. ഏതൊക്കെ ഞാൻ പണി ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ച സാധനം എല്ലാം പണി ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതായത് സ്റ്റോക്ക് കൊണ്ട് നടക്കണത് നമ്മൾ കുറവാണ്. സോ ഏതായിരിക്കും നമ്മുടെ സൂപ്പറൊക്കെ നമ്മൾ മേടിച്ച് ഫുൾ പണി ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് BMW M5 എന്തോ പണി ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം ഓട്ടിക്കണത് എനിക്ക് തോന്നുന്നത് ഗോൾഫ് GT ആണെന്നാണ് എൻ്റെ ഗോൾഫ് GT, മഞ്ഞ കളർ ഗോൾഫ് GT ആണ് ഗൈസ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ മറ്റേ കിളിമഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, നല്ല തിളക്കം ഉള്ള. താങ്ക് യു, ഞാനിവിടെ വന്നിട്ടുണ്ട്. തിളക്കമുള്ള മഞ്ഞയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കാറുകൾ ഞാൻ കാണിച്ചു തരാം. ഗോൾഫ് GT ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ HP എന്ന് പറഞ്ഞാൽ 428 bhp ആണ്. തീ തുപ്പണേന്നൊക്കെ പറഞ്ഞാണ്ടല്ല, മറ്റേ ഒടുക്കത്തെ തുപ്പലാണ് ഗൈസ് ഇതിൻ്റെ തീ എന്ന് പറഞ്ഞാൽ. കാർ ഇപ്പോൾ പിന്നെ കാണിച്ചു തരാം. ചാനൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കുറേ അധികം കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ എൻ്റെ ഗോൾഫ് GT ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ഇതിൻ്റെ ഫുൾ ത്രോട്ടിൽ ഇപ്പം കാണിച്ചു തരാം. കാല് കൊടുക്കുമ്പോൾ അതിപ്പം ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടാ. ഒന്ന് 6ാമത്തെ RPM കയറി പോകുമ്പോൾ നോക്കണേ. ഫുൾ RPM തൊട്ടാൻ പറ്റൂല, തൊട്ടാ പൊട്ടും കണ്ടാ. പൊട്ടണ കണ്ടാ, പൊട്ടൊക്കെ കണ്ടാ. വണ്ടിയിൽ ഓവറോൾ ലുക്ക് കാണിച്ചത് ഇതാണ് ഞാൻ ഇട്ടയ്ക്കുന്ന വീല്. ഈ വീല് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ്. കാലിപ്പറിൻ്റെയൊക്കെ കളർ മാറ്റിയിട്ടുണ്ട്, മഞ്ഞ കളർ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. ഇതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്, ഇത് ഫുള്ളി കസ്റ്റം ചെയ്തേക്കുന്നതാണ് ഗൈസ്. കസ്റ്റം ചെയ്ത് ഇത് ഗ്രാഫിക്സ് എല്ലാം നെടലാണ്. എന്താ സൗണ്ട് എങ്ങനെയുണ്ട് വണ്ടിയില്ല? ഞാൻ കുറച്ചൊരു ഉണ്ടായിരുന്നിട്ട് സൗണ്ട് കേൾപ്പിച്ചു തരാമേ. ഇനി എൻ്റെ സൗണ്ട് കൂടെ ആളുകൾ എങ്ങനെയുണ്ട് വണ്ടിയിൽ അകം കാണണോ, ഇൻറ്റീരിയർ കാണണോ? ഇതാണ് വണ്ടിയിലകം. റോൾ ഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മറിഞ്ഞാലും നമുക്കൊന്നും പറ്റൂല. ഇതിപ്പം ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. എനിക്ക് DSG ഗിയർ ബോക്സാണ് ഇതിനകത്ത് വരുന്നത്. മാനുവൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം കേട്ടോ. കുറച്ച് പണി ചെയ്താൽ മാനുവലാക്കാം. ഞാൻ മാനുവൽ എടുത്തിരുന്നാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം എന്താ നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഒന്ന് ഫോണൊക്കെ നോക്കണമെന്നാണ് ഞാൻ ഓട്ടോമാറ്റിക് ആക്കിയിട്ടത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ എന്താ ഓട്ടോമാറ്റിക്കലി ഇപ്പം കൊണ്ടു നടക്കുന്നത് കേട്ടോ. RPM മീറ്ററിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാണേ. അതിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണോ? ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്താൽ നമുക്ക് ടോപ്പ് സ്പീഡ് പോയി ചെക്ക് ചെയ്യാമേ. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് നല്ല സ്ട്രെയിറ്റ് റോഡ് വേണം. സൗണ്ട് നോക്കടായി, വീട്ടിലോ അല്ലേ. പിന്നെ ഇത് ഹൈവേയിലൊക്കെ കൊണ്ടുകയറി ഇനി അടുത്ത് എഞ്ചിനൊക്കെ മാറ്റിയാലേ നമുക്ക് അടുത്ത ഇനി പവർ കൂട്ടി പോകാൻ പറ്റുള്ളൂ. അയ്യോ ഇവിടെ പോണം. അങ്ങനെയുണ്ട് പൊട്ടൊക്കെ കണ്ടാ നിങ്ങൾ. അയ്യോ പോസ്റ്റേ പോസ്റ്റേ ചെവി കേട്ടുള്ള പോസ്റ്റേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് കാർ വേണമെങ്കിൽ പറഞ്ഞാൽ അത് M5 ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് ഒരു നോർമൽ ഡ്രൈവിന്, ഇപ്പോൾ നമ്മൾ റേസ് ഒന്നും എടുക്കാതെ നോർമലി ഇങ്ങനെ പോകാനായിട്ട് എനിക്ക് BMWൻ്റെ M5 ഇത് ഞാൻ വാങ്ങിച്ച വണ്ടിയല്ലേ ഇടേ. ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് കേട്ടോ. പോണ സാധനം M5 എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇതിൻ്റെ ചുമ്മാ ഒരു നോർമലി വോട്ട് ചെയ്യാനായിട്ട് ഒപ്പം തട്ടിയേനെ. ഒന്ന് കയറിയാണ്. ഇവനൊക്കെ എവിടെ നിന്നാണ് ലൈസൻസ് എടുത്തത്? ആമസോൺ കാർഡുകളിലൂടെയാണ് കഴിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് പൊട്ടാൻ കണ്ട.
എത്ര ഗിയർ ഉണ്ടെന്ന് പറ ഗൈസ്. കൺട്രോളൊക്കെ പോയ ചേട്ടാ വണ്ടിയില്. ദീപാവലി ആയതുകൊണ്ടാണ് ഞാൻ ഈ കാർ എടുത്തിട്ടത് കേട്ടോ. നമുക്ക് പൊട്ടിച്ച് പോവാം. എങ്ങനെയുണ്ട് ഗൈസ് പറ. വണ്ണർ എന്താ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഫേസ് ക്യാം വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എവിടെ പോണേ മൈ? എത്ര വർഷത്തെ ആഗ്രഹം എന്നറിയാമോ ഈ വണ്ടി വാങ്ങിക്കണമെന്നുള്ളത്? കുറച്ച് നാളായുള്ളൂ വാങ്ങിച്ചിട്ട് കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ തീയൊന്നും വരില്ലായിരുന്നു. നമ്മൾ തീ വരുത്തി എടുത്തതാണ്. കളർ മാറ്റി, തീ വരുത്തി, ലോ പ്രൊഫൈലാക്കി, വീല് മാറ്റി, എല്ലാം ചെയ്തു. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് വണ്ടി കൊണ്ടു നടക്കണം. അതൊക്കെ നമുക്ക് ഫോർസയിലേ നടക്കുള്ളൂ ഗൈസ്. വെയിലടിക്കണണ്ട മിനിറ്റിന് നമുക്കിവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും കേട്ടോ. മഴയ്ക്ക് മഴ, വെയിലിന് രാത്രിക്ക് രാത്രി, എല്ലാ പരിപാടിയും. കൊക്കെ പോവല്ലേ. ഞാനിപ്പോൾ അരവിന്ദനാവും. ഫസ്റ്റ് ഗിയറിനേക്കാൾ പവർ കൂടുതലാണ് ഗൈസ് റിവേഴ്സ് ഗിയർ. ഇനിയിപ്പോൾ താഴോട്ട് തന്നെ പോവാം. കൊക്കോ ചീറ്റിങ് കൊണ്ട് നമ്മളിതാ കൊക്കയിലോട്ട് പോവുകയാണ്. ഇതാ പിടിച്ചോ. തന്നെ വണ്ടിയില്ല. ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ട് പണിതിറക്കിയ വണ്ടി ഇല്ലാണ്ടാക്കുന്നത്. ആസ്കിഡൻറ്റ് ഈ ഗതിയായി. നല്ല ഗ്രാഫിക്സ് അല്ലേ ഗൈസ്? ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഗ്രാഫിക്സ് ആണ്. ഇതിന് വലിയ പൈസയൊന്നുമില്ല. നല്ല ഈ ഒരു പൊക്കപ്പുറത്തുനിന്ന് വണ്ടി കൊണ്ട് മറിച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സിനൊക്കെ നിങ്ങൾക്ക് വണ്ടി ചെയ്താക്കാന്നാണ് സെറ്റായിട്ടെ. ഗ്ലാസ്സിലെ ഗ്രാഫിക്സ് മാറ്റാറില്ലായിരുന്നു. നമ്മളിവിടെ ഒരു ലംബോർഗിനി കൊണ്ടൊരുക്കി ഇതുവഴി പോയിട്ടുണ്ട്. റെയിൽവേ പാളം. ലംബോർഗിനിയിൽ അത്ര ഹാൻഡിലിംഗ് ഇല്ല കേട്ടോ. ഒരു 1000 XP അല്ലേ? XP. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഗോൾഫ് GT ടോട്ടൽ ലോസ് ആക്കിയ ഒരു വണ്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വേറെ ഏത് വണ്ടി വേണമെന്നുള്ളത് പറയുക. ഞാനിപ്പോൾ വണ്ടികൾ കാണിച്ചു തരാം. എൻ്റെ ഉള്ള വണ്ടികൾ ജസ്റ്റ് വെയിറ്റ് വരുമോ. എൻ്റെ വണ്ടികൾ നല്ല വണ്ടികൾ. ചേഞ്ച് കാർ കൊടുക്കുമ്പോൾ കിടക്കുന്നത് കണ്ടതാ. ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോളോയൊക്കെ പറക്കും. പിന്നെ ഓഡിയുണ്ട്. ഞാൻ പറഞ്ഞ BM ഇതാണ് കേട്ടോ. എൻ്റെ BMW M5 2018 വണ്ടി കിട്ടില്ലോയിട്ട് പണി ചെയ്തിട്ടുണ്ട്. പിന്നെ Z3 കൊള്ളാം, സൗണ്ട് കൊള്ളാം കേട്ടോ. Z3 പിന്നെ M5 പണി ചെയ്തിട്ടുണ്ട്. 947 BHP ആണ് കേട്ടോ പവർ. ഇത് 606 ഉള്ളൂ. ഇതൊക്കെ പഴയ M5 ഒക്കെ പൊളിയാണ്. പിന്നെ ഓരോ വണ്ടികൾ അങ്ങനെ പോർഷയുണ്ട്. പോർഷയൊക്കെ ഞാൻ പണി ചെയ്തിട്ടൊക്കെയാണ് സാധനമുണ്ട്. ഫെരാരി, പിന്നെ ഫോർഡിൻ്റെ റാപ്റ്ററൊക്കെ 666 BHP പണി ചെയ്ത് ഇറക്കിക്കണം. ഈ ഫോർമുല ഇതെനിക്ക് അബദ്ധം പറ്റിയുണ്ട്. 1000 HP ഉണ്ടെങ്കിൽ ഈ പുല്ല് ഓട്ടിക്കാൻ ഭയങ്കര പാടാണ്ടേ, ഒരു സുഖമില്ല. പിന്നെ ലംബോർഗിനി അത് വേറെ സാധനം. ഡിഫൻഡർ ഉണ്ട്, പിന്നെ മെക്ലറൻ ഉണ്ട്, ബെൻസ് ഉണ്ട്, പിന്നെ പോർഷ കണ്ട. ഈ പോർഷയാണ് ഞാൻ പണി ചെയ്തിട്ടേക്കുന്നത്. 515 HP. അത് പുള്ളിയാണ് കേട്ടോ സാധനം. പിന്നെ പഴയ വില്ലീസും ഉണ്ട്. അത് 45 ഉള്ളൂ. അത് പണിയണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഏത് വണ്ടി വേണം ഇനി നെക്സ്റ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫേസ് ക്യാം വേണമെങ്കിലും പറയണേ, നമുക്ക് എടുക്കാം. പിന്നെ പഗാനി ഉണ്ട്. പഗാനി കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ, വലിയ സുഖമൊന്നുമില്ല. പേരിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ പഗാനി എന്ന് പറയുമ്പോൾ. പിന്നെ അത് വണ്ടി വേണമെന്നുള്ളത് പറയാം കേട്ടോ. പഴയ സൂപ്പർ ഉണ്ടല്ലോ, പഴയ സൂപ്പർ ഉണ്ട്, പുതിയ സൂപ്പർ ഉണ്ട്. പഴയ സൂപ്പർ 1007 HP, പുതിയ സൂപ്പർ 323 HP. പുതിയ സൂപ്പർ പണി ചെയ്തിട്ടില്ല, വാങ്ങിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം പറയാം കേട്ടോ, നമുക്ക് ചെയ്യാം. ഓക്കെ.